കെ.എം. ഷാജി പറഞ്ഞത് ശരിയാണോ എന്ന് ഒന്ന് പരിശോധിക്കണമല്ലോ. രാംഷാ CP തത്സമയം ചേരുന്നുണ്ട്. മാളയിൽ നിന്ന് പൊയ്യ പഞ്ചായത്ത് മഠത്തുംപടി ജഡ്ജിമുക്ക് ഭാഗത്ത് താമസിക്കുന്ന ആന്റണിക്ക് PMAY പദ്ധതി പ്രകാരം ലഭിച്ച വീട്ടിൽ നിന്നാണ് രാംഷാ നമ്മളോടൊപ്പം ചേരുന്നത്. രാംഷാ, വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വാർത്തയിലൂടെ നൽകുന്നതിൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. എന്താണ് PMAY പ്രകാരം നിർമ്മിക്കുന്ന വീടിന്റെ സവിശേഷതകൾ, അവിടെ നൽകിയിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മാധു, ഞാനിപ്പോൾ നിൽക്കുന്നത് പൊയ്യ പഞ്ചായത്തിലെ മടത്തുംപടി ഭാഗത്താണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്, ഇത് ആന്റണി AJ എന്ന് പറയുന്ന ഒരാൾക്ക് നൽകിയ വീടാണ്. പക്ഷേ ഈ വീട്ടുകാരൻ ഇപ്പോൾ ഈ സ്ഥലത്തില്ല. കാരണം അദ്ദേഹം ജോലിയുമായി ബന്ധപ്പെട്ട് പുറത്താണ്. അദ്ദേഹത്തെ നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ഈ വാർത്ത നൽകുന്നതിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീടിന് മുന്നിൽ നിന്നും ഈ വാർത്ത നൽകുന്നത്. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്കിവിടെ കാണാൻ കഴിയും, ഈ വീടിന്റെ മുൻവശത്തായി ഇതിന്റെ ഈ ജനലിലായി ഈ ലോഗോ കൃത്യമായി പതിച്ചിട്ടുണ്ട്. അതായത് മാള ബ്ലോക്ക് പഞ്ചായത്ത് PMAYG പദ്ധതി എന്ന നിലയിൽ ആ പദ്ധതിയുടെ ലോഗോയും തൃശൂർ ജില്ല എന്നതും അതോടൊപ്പം തന്നെ ഈ ഉപഭോക്താവിന്റെ പേര് എന്താണ് എന്നത്, ആന്റണി എന്ന പേര് ഉൾപ്പെടെ ഇവിടെ കൃത്യമായി ഈ ജനലിൽ പതിച്ചു വച്ചിട്ടുണ്ട്. നമ്മൾ ഈ വീടിന്റെ ഉടമസ്ഥനുമായി സംസാരിച്ചപ്പോൾ ആന്റണി ചേട്ടൻ നമ്മളോട് പറഞ്ഞത്, ഇത് വീട് കൈമാറുന്ന ഘട്ടത്തിൽ ഇവരോട് പറഞ്ഞിരിക്കുന്നത് നിർബന്ധമായും ഇത് വീടിന് മുന്നിൽ തന്നെ പതിക്കണം എന്നതാണ്. ഇത്തരത്തിൽ ചില വീടുകൾ, ഇതിന് അയൽപക്കങ്ങളിലായി ചില വീടുകൾ കൂടിയുണ്ട്. അവരെല്ലാവരും തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും സാധാരണക്കാരാണ്. അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് പുറത്താണുള്ളത് എന്നതുകൊണ്ടാണ് നമുക്ക് അവരെ കണക്ട് ചെയ്യാൻ, ബന്ധപ്പെടാൻ കഴിയാതെ പോകുന്നത്. പക്ഷെ അവരോട് കൃത്യമായി നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. വീടിന് മുന്നിൽ ഇത്തരത്തിൽ ഈ ലോഗോ പതിക്കണം എന്ന് പഞ്ചായത്തിന്റെ ഭാഗമായി, ഇതിന്റെ ഈ പദ്ധതിയുടെ ഭാഗമായി എത്തിയ ഉദ്യോഗസ്ഥർ കൃത്യമായി ഇവരോട് പറഞ്ഞിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ തന്നെയാണ് ഈ ആന്റണി ചേട്ടൻ നമ്മളോട് പറഞ്ഞതും. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പറഞ്ഞത് ശരിയാണ്. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വീടുകൾക്ക് മുന്നിൽ ഈ ലോഗോ, അതായത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോയല്ല, ഈ പദ്ധതിയുടെ ലോഗോ പതിക്കുന്നുണ്ട്. അത് നേരത്തെ തന്നെ 2024-25 പദ്ധതി കാലത്താണ് ഈ വീട് ലഭിച്ചത്. ഈ വീടിൽ ഉൾപ്പെടെ ആ ലോഗോ പതിച്ചിട്ടുണ്ട് എന്നതാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായി മനസ്സിലാകുന്നത്. മാധു, അശ്ലീലം റഹീം ചെറുപ്പത്തിൽ മദ്രസയിലൊക്കെ പോയിട്ടുണ്ട്. മദ്രസയിൽ പോയിട്ട് അത്യാവശ്യം അറബി ഭാഷ എഴുതാനും പഠിക്കാനും വായിക്കാനും അതിലെ വാക്കുകളും ഒക്കെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇത് പോകും തോറും മൂപ്പര് നോക്കുമ്പോൾ കള്ള് കുടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, അരുത് 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 എന്ന് പറഞ്ഞ് കുറേ ലിമിറ്റേഷനാ. പിന്നെ നോക്കുമ്പോൾ 5 നേരം നിസ്കരിക്കണം, അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെ വർഷത്തിൽ 1 മാസം നോമ്പെടുക്കണം, അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് ലിമിറ്റേഷനുകളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ വലിയ എന്താ പറയേണ്ടത്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടാനുണ്ട്. അപ്പം മൂപ്പര് നോക്കുമ്പോൾ അത് നടക്കൂല. കാരണം എന്താ, പിടിച്ചും കുടിച്ചും കളിച്ചും അർമാദിച്ചും വലിച്ചും കയറ്റിയും ഒക്കെ നടക്കണമെങ്കിൽ ഇവിടെ അത് നടക്കൂല. കാരണം ഇവിടെ അതൊക്കെ അരുത് 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 അരുത്, പിന്നെ അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, മറിക്കണം, തിരിക്കണം, അങ്ങനെ ഒരുപാട് കണ്ടീഷനുകളും ഒരുപാട് ലിമിറ്റേഷനുകളും ഉണ്ട്. ഇപ്പം മൂപ്പര് കരുതി ഇവിടെ നിന്നാൽ ശരിയാവൂല. ഇവിടെ നിന്നാൽ നമുക്ക് ഈ ഓരോരോ തോന്നും പോലെ ജീവിക്കാൻ പറ്റൂല. അപ്പം മൂപ്പരെന്താക്കി, മെല്ലെ മറ്റൊരിടത്ത് പോയി കയറി. ആരെക്കുറിച്ചാണ് പറയുന്നത്? അശ്ലീലം റഹീം. അശ്ലീലം റഹീം ഇന്നലെ ഒരു വാർത്താ സമ്മേളനം നടത്തി. എന്താ ഒരു പെർഫോമൻസ്, എന്താ അശ്ലീലം റഹീമിൻ്റെ. ഇപ്പോൾ റഹീമിനോട് ഒരൊറ്റ ചോദ്യമുള്ളൂ. ഇപ്പോൾ ഈ മാളയിൽ ഇപ്പോൾ ഈ ചിത്രങ്ങളും ഈ ദൃശ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ എല്ലാവരും കയ്യിലുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ മാളയിൽ ഈ പറയുന്ന ആന്റണി എന്ന് പറയുന്ന വ്യക്തിക്ക് 2024-2025 കാലയളവിൽ ഈ PMAY പ്രധാനമന്ത്രി ആവാസ് യോജന വഴി ഈ വീടുകൾ നൽകിയപ്പോൾ അന്ന് വീടുകൾ നൽകി 2024-25 വർഷത്തിലാണ്, സാമ്പത്തിക വർഷത്തിൽ വീട് നൽകി. വീടിന് മുന്നിൽ തന്നെ ഏറ്റവും ഫ്രണ്ട് ഭാഗത്ത് ഒരു സിറ്റ് ഔട്ട് പോലെ ഒരുക്കിയ ആ സ്ഥലത്ത് ജനലിൻ്റെ മുകളിലായിട്ട്, വിൻഡോയുടെ ഗ്ലാസിന് മുകളിലായിട്ട് അവസാനഘട്ട ഗഡു നൽകുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ പണി ഫുൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ
ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഈ അവസാനഘട്ട ഗഡു പോലും കൊടുത്തത്. അപ്പോൾ ആ 2024-25 കാലയളവിൽ ആ വീട് നിർമ്മാണം നടത്തിയപ്പോൾ ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ആ വീട്ടിൻ്റെ 2026-ലും, അതായത് ഇന്നലെ വരെ ആ സ്റ്റിക്കർ അവിടെ തന്നെ ഉണ്ട് താനും. മനസ്സിലായില്ലേ? ഈ സ്റ്റിക്കർ ഒട്ടിച്ച വീട്ടിലാണ് 2024-25 വീട് കിട്ടിയ ആ നിമിഷം മുതൽ, ഡേറ്റ് എന്തായാലും ഇന്ന ദിവസം കൈമാറി എന്നില്ല, ആ ദിവസം മുതൽ ഈ പറയുന്ന ആള്, ഈ പറയുന്ന വ്യക്തി, ആ കുടുംബം അവിടെയാണ് താമസിക്കുന്നത്, ആ സ്റ്റിക്കർ ഒട്ടിച്ച വീട്ടിൽ. അപ്പോൾ എൻ്റെ ഒരു സിമ്പിൾ ചോദ്യം എന്ന് പറയുന്നത്, ഇതിനും പാണക്കാട് തങ്ങളും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും KM ഷാജിയും തന്നെയാണോ ഉത്തരവാദി? അതല്ല പിണറായി വിജയൻ്റെ ഉണ്ടല്ലോ അവരുമാണോ ഇതിന് ഉത്തരവാദി എന്നുള്ളത് അശ്ലീലം റഹീം ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് വിളിച്ച് പറഞ്ഞാൽ മതി. അതല്ല അശ്ലീലം റഹീമിൻ്റെ ചന്തിയിൽ ഞാൻ അടിമയാണ്, ഞാൻ തീട്ടം നക്കുന്നവനാണ് എന്ന് ചാപ്പയടിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് തുറന്ന് കാണിക്കണം. അശ്ലീലം റഹീമിൻ്റെ ഈ നിങ്ങൾ ഇപ്പോൾ നമ്മളൊക്കെ ഇവിടുന്ന് ഹൈദരാബാദിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും അങ്ങനെ പലയിടങ്ങളിൽ നിന്ന് നമ്മൾ കേരളത്തിന് പുറത്ത് നിന്ന് ഈ അറക്കാനുള്ള കാള, പോത്ത്, മൂരി ഈ വക സാധനങ്ങളൊക്കെ വരുമ്പോൾ, കന്നുകാലികൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ കന്നുകാലി ചന്തയിൽ പോയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കേരളത്തിലുള്ള കന്നുകാലി ചന്തയിൽ കേരളത്തിലുള്ള മാടുകളല്ല, ഒരു 99% പുറത്തുനിന്ന് വരുന്നതാണ്. അപ്പോൾ ഇവറ്റകളെ കൊണ്ടുവരുമ്പോൾ ഇറ്റകളെ ഈ മുതുകിലായിട്ട്, ഈ ഭാഗത്ത് പുറകുവശത്ത് ഈ മുതുകിലായിട്ട് ഇങ്ങനെ വലിയ അക്ഷരത്തിൽ പല നമ്പറുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ചിലത് ചുവന്ന കളറിൽ, നീല കളറിൽ, അങ്ങനെ പല കളറ് പെയിൻറ് കൊണ്ട് ഇവറ്റകളുടെ മുതുകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതുപോലെ അശ്ലീലം റഹീമിൻ്റെ മുതുകത്തും ഞാൻ അടിമയാണ്, ഞാൻ തീട്ടം നക്കുന്നവനാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹം പറയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്ന് തുറന്ന് കാണിച്ചിട്ട് കേരളത്തിലെ ജനത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥ അശ്ലീലം റഹീമിനാണുള്ളത് എന്നാണ് പറയാനുള്ളത്. മനസ്സിലായില്ലേ? വിജയനിട്ടപ്പൊക്കെ ഇത് ബർമുടയായിരുന്നു. ഇനി മറ്റാരെങ്കിലും ഇടുമ്പോൾ അത് വള്ളി ട്രൗസറായി മാറുക. ഇവരൊന്നും ഒരു ഉളുപ്പുമില്ലാത്ത ഇങ്ങനെ കുറേ വർഗങ്ങൾ. പിന്നെ ഇതിൻ്റെ ഒരു മെച്ചം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ 1000 താർത്തി പറഞ്ഞു, പക്ഷെ വീണ്ടും ഒരിക്കൽ കൂടി പറയാണ്. എന്താണ്? കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു എന്നുള്ളത് VD സതീശനെ സംബന്ധിച്ചിടത്തോളവും UDF ക്യാബിനറ്റിനെ സംബന്ധിച്ചിടത്തോളവും UDF ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളവും വലിയ ഒരു അഡ്വാൻറ്റേജാണ്. വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജുകളിൽ നമ്പർ 1 പൊസിഷനിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മരവാഴ കഴിഞ്ഞ 10 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ 102 സീറ്റുമായി വിജയിച്ചെന്നോ, വലിയ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്നോ, അല്ലെങ്കിൽ വലിയ പ്രാഗൽഭ്യമുള്ള ക്യാബിനറ്റ് മന്ത്രിമാരുണ്ടെന്നോ, ഇതൊക്കെ അഡ്വാൻറ്റേജുകൾ പെടുന്നതാണെങ്കിലും നമ്പർ 1 അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ആ ലിസ്റ്റിലെ 1ാം സ്ഥാനത്ത് എന്ന് പറയുന്നത് ഒരു മരവാഴയായിരുന്നു കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചത് എന്നുള്ളതാണ്. ആ മരവാഴയുടെ തീട്ടം നക്കലായിരുന്നു ഈ അശ്ലീലം റഹീമിനെ പോലെയുള്ള ആളുകളുടെ ജോലി എന്ന് പറയുന്നത്. എന്താണെങ്കിലും റഹീമിൻ്റെ മുതുകത്തും ചാപ്പയടിച്ചിട്ടുണ്ട് എന്ന് കേരളത്തിലെ ജനം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇല്ലയോ അതോ ഉണ്ടോ എന്ന് റഹീം തന്നെ തുറന്നിട്ട് കേരളത്തിലെ ജനങ്ങളെ കാണിക്കണം. ആ ചന്തി ഒന്ന് കാണിച്ചു കൊടുക്കണം. എൻ്റെ ചന്തിയിലൊന്നുമില്ല, ചാപ്പയൊന്നും ഇല്ല എന്നുള്ളത് റഹീം തന്നെ തുറന്ന് കാണിച്ചിട്ട് താൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, താൻ അത്തരക്കാരനല്ല എന്ന് റഹീം കാണിച്ചാൽ റഹീം നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ താൻ അടിമയാണ്, നല്ല 1ാം തരം തീട്ടം നക്കുന്ന അടിമയാണ് എന്ന് ജനങ്ങൾ പറഞ്ഞാൽ അതിൽ കാര്യമുണ്ട് എന്ന് ബാക്കിയുള്ളവർ കൂടി വിശ്വസിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? എന്തായിരുന്നു റഹീമിൻ്റെ ഒക്കെ ഇന്നലത്തെ തൊള്ള? ഇതൊക്കെ ചെയ്തു വെച്ചിട്ടാ. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന കഴിഞ്ഞ 10 വർഷക്കാലം, ഈ 10 വർഷക്കാലത്ത് കേരളത്തിൽ 1,59,957 വീടുകൾ PMAY പദ്ധതി പ്രകാരം സാങ്ഷനായിട്ടുണ്ട്. അതിൽ
അത്രത്തോളം തന്നെ വീടുകളുടെ നിർമ്മാണവും നടന്നിട്ടുണ്ട്. ഈ വീടുകളിലൊക്കെ വീടിൻ്റെ മുകളിൽ എല്ലാവരും കാണത്തക്ക രീതിയിൽ തന്നെ സാധാരണ വീട്ടിലൊക്കെ നമ്മൾ നെയിം ബോർഡൊക്കെ വെക്കുമല്ലോ, അതുപോലെ ഒരൊറ്റ നോട്ടത്തിൽ കാണുന്ന രീതിയിൽ ഈ PMAYയുടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. ഇനി ലൈഫ് മിഷനിലൂടെ ലഭിച്ച വീടുകളുടെ മുന്നിൽ ലൈഫ് മിഷന്റെ ബോർഡ് വെച്ചിട്ടുണ്ട് കേരളത്തിൽ. EMS ഭവന പദ്ധതിയിൽ ലഭിച്ച വീടുകളുടെ മുന്നിൽ EMS ഭവന പദ്ധതി എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട്, ഇതൊക്കെ തങ്ങളെ കൊണ്ട് കഴിയാൻ പറ്റുന്നത് പോലെയൊക്കെ ചെയ്തിട്ട് ഈ പറയുന്ന അശ്ലീലം റഹീമും സംഘവും കേരളത്തിലെ പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ അവർ ചെയ്തത് കൊണ്ട് ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. ഇപ്പം ഇതൊക്കെ പറയുന്നത് എന്താ? ഇപ്പോൾ കേരളത്തിൽ പിണറായി വിജയനും അടിമകൾക്കും ഒരു കാര്യം ഉറപ്പാണ്. കേരളത്തിലെ മന്ത്രിസഭ, ആ മന്ത്രിസഭ വളരെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ കേപ്പബിളായിട്ടുള്ള ഒരു കൂട്ടം പൊട്ടൻഷ്യലുള്ള, നല്ല ആത്മാർത്ഥതയുള്ള, കാഴ്ചപ്പാടുകളുള്ള ഒരു കൂട്ടം നല്ല കേപ്പബിളായിട്ടുള്ള ആളുകളുടെ ഒരു സംഘമാണ് ഈ കേരളത്തിലെ മന്ത്രിസഭ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് ഈ കൂടുതൽ വലിയ വലിയ പ്രതിസന്ധികളോ പ്രശ്നങ്ങളൊക്കെ എന്തുണ്ടായാലും അവർ തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്നുറപ്പാണ്. അപ്പം അവിടെ എന്ത് വേണം? ആകെ ഇപ്പോൾ ഇവിടെ ഉള്ളത് കേരളത്തിൻ്റെ ഖജനാവ് പിണറായി വിജയൻ നക്കി തുടച്ചിട്ടാണ് പോയിരിക്കുന്നത്. അവിടെ ഈ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ കഴിയുക ഒരൊറ്റ വഴിയിലൂടെ മാത്രമാണ്. അത് ഈ പറയുന്ന സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധി മാക്സിമം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇവനൊക്കെ ഈ പിണറായി വിജയൻ്റെ തീട്ടവും നക്കി നടന്നു എന്നല്ലാതെ വേറെ ആർജവത്തോടു കൂടി അത് പറയാൻ കഴിയില്ല. കാരണം എന്താ, നമുക്ക് മജ്ജ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പോൾ ഈ നട്ടലിൻ്റെ ഉള്ളിലും ഈ തീട്ടം നക്കി 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 നട്ടലിൻ്റെ ഉള്ളിലും മജ്ജയുടെ സ്ഥാനത്തൊക്കെ ഇത് പോയി അടിഞ്ഞിരിക്കുക. അപ്പം ഈ സാധനം സാധാരണ ഒരു മനുഷ്യൻ്റെ നിൽക്കും പോലെ നിവർന്ന് നിൽക്കില്ല. ഇതിങ്ങനെ വളഞ്ഞേ നിൽക്കുള്ളൂ. മനസ്സിലായില്ലേ? ഇങ്ങനെ വളഞ്ഞാൽ നിൽക്കുള്ളൂ. അതാണ് ഇവറ്റകളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടാണ് ഈ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവകളുടെ എല്ലാ സംഭവങ്ങളും പൊളിഞ്ഞ് തകർന്ന് തരിപ്പണാകുക. ഇനി മറ്റൊരു കാര്യം കൂടി ഇന്നലെ സാജി പറഞ്ഞ ഒരു പ്രത്യേക കാര്യമുണ്ട്. ഇതൊക്കെ കേരളത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നതാ. പിന്നെ ഈ പറയുന്ന PM ശ്രീയിൽ ഒപ്പിട്ടിട്ട് ശിവൻകുട്ടി എന്ന് പറയുന്ന തെരുവ് ഗുണ്ട കേരളത്തോട് വിളിച്ചു പറഞ്ഞത്, ഇത് കേരളത്തിലെ മക്കൾക്ക് ലഭിക്കേണ്ട ഫണ്ടാ, ആ പൈസ കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഒപ്പിട്ടെ. മനസ്സിലാക്കണം. അപ്പോൾ ഇവരൊക്കെ ഇത് പണം കിട്ടാൻ വേണ്ടി, ഇതിനെ കമ്മീഷൻ അടിക്കാൻ വേണ്ടി എന്ത് ചെറ്റത്തരവും ചെയ്യാമെന്നുള്ളതാണ്. ഈ പറയുന്ന റഹീമിൻ്റെ അവസ്ഥ അത് തന്നെയായിരുന്നു. റഹീമിന് ഇങ്ങനെ നോക്കിയപ്പോൾ, മദ്രസയിലൊക്കെ പോയി പഠിച്ച് നോക്കിയപ്പോൾ റഹീമിനെ സംബന്ധിച്ചിടത്തോളം ശരിയാവില്ല. നമുക്ക് തോന്നിയ പോലെ ജീവിക്കണമെങ്കിൽ ഇത് ഇവിടെ നിന്നാൽ ശരിയാവില്ല. അപ്പം എന്താക്കി മൂപ്പര്? ശരിക്കും പേരെന്താ? അബ്ദുൽ റഹീം എന്നാണ്. അബ്ദുൽ റഹീം. അപ്പോൾ അതൊരു ശരിയാവില്ല. അപ്പോൾ റഹീം എന്താക്കി? നേരെ ഇപ്പുറം ചാടിയിട്ട് ഡബിൾ-A റഹീമാക്കി. ഡബിൾ-A റഹീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ചില സിനിമാ പോസ്റ്ററിലൊക്കെ കണ്ടില്ലേ, ഇങ്ങനെ വട്ടത്തിലിട്ടിട്ട്, ഒരു വട്ടത്തിൻ്റെ ഉള്ളിൽ ഒരു ഇട്ടിട്ട് കണ്ടില്ലേ നിങ്ങൾ? അത് ഡബിൾ, രണ്ടെണ്ണമുള്ള വ്യക്തിയാണ് ഈ ചങ്ങായി. അതാണ് അശ്ലീലം റഹീം. ആ വട്ടത്തിലിട്ട രണ്ടുള്ള വ്യക്തിയായി ഇവൻ. അപ്പം ഇവൻ്റെ പ്രവർത്തനങ്ങളും വാക്കുകളും ഇവൻ്റെ എല്ലാം ആ ഒരു ഡബിൾ-Aയുടെ ലെവലിൽ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? ഇപ്പം ഈ സിനിമാ പോസ്റ്ററിൽ ഒരേ വട്ടത്തിലിട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം? ആ സിനിമയിൽ അശ്ലീലം ഉണ്ട് എന്നുള്ളതാ. അതുപോലെ ഇത് ഒന്നിട്ടാൽ പോരാ, ഇവനിക്ക് രണ്ടെണ്ണം ഇടണോ? മനസ്സിലായില്ലേ? സാധാരണ സിനിമയിൽ ഒന്നാണ് ഉണ്ടാകല്. ഇത് രണ്ടെണ്ണം ഇട്ടാൽ എന്താണ് അവസ്ഥ? ആ സിനിമയുടെ അവസ്ഥ എന്തായിരിക്കും? അതന്നെയാണ് ഇവൻ്റെ അവസ്ഥ. അതാണ് ഡബിൾ-A അശ്ലീലം റഹീം എന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പോൾ ഇവൻ്റെ റേഞ്ച് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ റഹീമേ, ഒരൊറ്റ കാര്യം, ഇപ്പോൾ ഈ പറയുന്ന
1,61,957 വീടുകളാണ് സാങ്ഷൻ ആയത് PMAY പദ്ധതി പ്രകാരം പിണറായി വിജയൻ്റെ കാലത്ത്. അതിൽ 1,38,368 വീടുകൾ എന്താക്കി, കംപ്ലീറ്റ് ചെയ്തു, പണി പൂർത്തിയാക്കി. ആ പൂർത്തിയാക്കിയ വീടുകളിലൊക്കെ ഈ PMAY എന്ന് പറയുന്ന ലോഗോ പതിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടതുപോലെ, നിങ്ങൾ ആദ്യം കണ്ടതുപോലെ, അതൊരു ഉദാഹരണം മാത്രം. അപ്പോൾ ഈ ലോഗോയൊക്കെ പതിച്ചിരിക്കുന്നതിനും ഷാജി മറുപടി പറയണോ എന്ന് ഈ അശ്ലീലം ഒന്ന് പറഞ്ഞു തരണം. അതോ ആ പതിപ്പിച്ചവന് ഇനി ഏത് തരത്തിലുള്ളവരാണ്, എങ്ങനെയുള്ളവനാണ്, സങ്കര ഇനമാണോ അതോ ഇല്ലാണ്ടുണ്ടായതാണോ എന്നൊക്കെയുള്ളത് എന്താണ് എന്നുള്ളത് അശ്ലീലം തന്നെ ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. മനസ്സിലായില്ലേ? നാവിനെല്ലില്ലെന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്നാണെങ്കിൽ അശ്ലീലത്തോടൊക്കെ പറയാനുള്ളത് അങ്ങനെ വിളിച്ചു പറയാൻ ബാക്കിയുള്ളവർക്കും നന്നായിട്ട് വിളിച്ചു പറയാൻ കഴിയും എന്നുള്ളതാ. അപ്പോൾ നമ്മൾ വിമർശനങ്ങൾ ഇതൊക്കെ ആവാം, പക്ഷെ അതിനൊക്കെ ഒരു എസ്പെഷ്യലി നമ്മളൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ, ഒരു കസേരയിലൊക്കെ ഇരുന്നു കൊണ്ട് വിമർശനങ്ങൾക്കൊക്കെ അതിൻ്റെതായ ഒരു മാന്യത കൽപ്പിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്. സാധാരണക്കാരൊക്കെ ആവുമ്പോൾ ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു ഫോർമാലിറ്റി ഇല്ല എന്നെങ്കിലും വിചാരിക്കും. ഇതിനൊരു ഫോർമാലിറ്റി ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെതായ ലെവലിലൊക്കെ സംസാരിക്കുക, പിന്നെ വസ്തുതകൾ പറയുക, പച്ച നുണകൾ പറയാതിരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിന് ഇത്രേ അടിസ്ഥാനമുള്ളൂ. ഞാൻ പറഞ്ഞല്ലേ, ആദ്യം തന്നെ പറഞ്ഞ ആ ഒരു കാര്യം ഇത്രേ അടിസ്ഥാനമുള്ളൂ. മൂപ്പര് നോക്കുമ്പോൾ ഇവിടെ അത് പറ്റില്ല, ഇത് പറ്റില്ല, അരുത്, പറ്റൂല, തീരെ പറ്റൂല, കുറച്ച് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ അത് നോക്കിയപ്പോൾ ഇവിടെ ശരിയാവില്ല എന്ന് കണ്ടിട്ടാണ് അപ്പുറത്ത് മൂപ്പര് പോയി കയറിയതും 2A വട്ടത്തിലായ റഹീം, 2A വട്ടത്തിൽ റഹീമായതും അശ്ലീലം റഹീമായതും അങ്ങനെയാണ്. അപ്പം അതിൻ്റെ അടിസ്ഥാനം അങ്ങനെയാണ്. അപ്പോൾ അത്ര ഞാൻ പറഞ്ഞത്, അത്ര ഒരു സ്റ്റാൻഡേർഡ് പ്രതീക്ഷിച്ചാൽ മതി അവനിൽ നിന്ന് എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ.